എറണാകുളം വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം രഹസ്യമായി വീട്ടുമുറ്റത്ത് കുഴിച്ചിടാൻ മകന്റെ ശ്രമം. മൃതദേഹം കുഴിച്ചിടാൻ ശ്രമിക്കുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, അതായത് രാവിലെ പുലർച്ചെ ഈ ശബ്ദം കേട്ട് നാട്ടുകാർ നോക്കുമ്പോൾ അമ്മയെ കുഴിച്ചിടാനുള്ള ശ്രമം നടക്കുന്നു. മൃതദേഹത്തിന്റെ കാലുകളടക്കം പുറത്തേക്ക് കാണുന്നു. വളരെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണത്. ഈ രാത്രി ബഹളമുണ്ടായി. ഇതൊരു കൊലപാതകമാണ് നടത്തിയത് മകനാണ് എന്ന കാര്യത്തിൽ പോലീസ് അത്തരം സ്ഥിരീകരണം നൽകുന്നുണ്ടോ? മധു, നിലവിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലോട്ടൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇത് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായതിനു ശേഷം മാത്രമേ അത്തരത്തിലൊരു വ്യക്തത വരുത്തുള്ളൂ. ഇപ്പോൾ പോലീസ് ഇതിനുവേണ്ട ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. ഏതായാലും ഈ പ്രദേശത്ത് വർഷങ്ങളായി ഇവിടെ തന്നെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളാണെന്നാണ് ഈ പരിസരവാസികളെല്ലാം പറയുന്നത്. ഈ മദ്യപാനം സ്ഥിരമായി ഒരു മദ്യപിച്ച് വന്ന് വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ പ്രദീപ് എന്ന വ്യക്തി. അയാൾ ഇന്നലെയും മദ്യപിച്ചു. ഇന്നലെ രാത്രിയും ഇവിടെ ഈ പ്രദേശത്തെല്ലാം ചെറിയ ഒച്ചപ്പാടുകൾ, ഈ വീടുകളിൽ നിന്ന് ചെറിയ ഒച്ചപ്പാടുകളെല്ലാം ഉണ്ടായി എന്നും ഈ പരിസരവാസികൾ പറയുന്നുണ്ട്. ഏതായാലും സ്ഥിരമായി തന്നെ ഇത്തരത്തിലൊരു വഴക്കും ബഹളവും ഇവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് ഈ ആളുകൾ ആരും കാര്യമായി ഇത് ഗൗരവത്തിലെടുക്കാറില്ല. അതുകൊണ്ട് ഈ ബഹളം ഉണ്ടായാൽ തന്നെ അവർ അത് അവഗണിച്ചു വിടുകയാണ് ഒരു പതിവ്. ഇന്ന് രാവിലെ പിന്നീട് ഈ സമീപത്തുള്ള മറ്റു വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ രാവിലെ പുലർച്ചയോടെ ഇത്തരത്തിൽ കുഴിയെടുക്കുന്നത്, പ്രദീപ് കുഴിയെടുക്കുന്നത് കാണുകയും പിന്നീട് ഈ മൃതദേഹം മറവ് ചെയ്യുന്നതും കണ്ടതോടുകൂടിയാണ് ഈ പോലീസിനെ ആദ്യം അസോസിയേഷൻ പ്രസിഡന്റിനെ അറിയിക്കുന്നതിന് ശേഷം അവർ വഴിയാണത് പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് പോലീസ് വന്നപ്പോൾ ഈ പ്രദീപ് തന്നെ വലിയ ആഴത്തിലുള്ള ഒരു കുഴിയൊന്നും ആയിരുന്നില്ല, കൈകൊണ്ട് തന്നെ ഈ കുഴി മാറ്റി പിന്നീട് ഈ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. അപ്പോഴും അദ്ദേഹം ഈ പ്രദീപ് ഒരു മദ്യപിച്ച് ലക്കുകെട്ട ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഇന്ന് രാവിലെ പുലർച്ചെ ഈ രാവിലെ ഇവിടെ പോലീസ് എല്ലാം എത്തി, നാട്ടുകാരെല്ലാം തടിച്ചു കൂടുന്ന ആ ഒരു അവസരത്തിലും ഈ മദ്യപിച്ച് ഒട്ടും ഒരു സ്വബോധത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വിശദമായുള്ള മൊഴിയൊന്നും അയാളിൽ നിന്ന് എടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. അപ്പോൾ പ്രദീപ് പറയുന്നത് അമ്മ മരിച്ചു, അതിനാൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തികമായി കുറച്ച് പരാധീനതകളുള്ള വൈകുന്നേരം വഴക്കുണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വെളിവില്ലാത്ത മനുഷ്യനാണ്. അതിനകത്ത് സ്വാഭാവികമായ ഒരു ദുരൂഹത നമുക്ക് സംശയിക്കാം. എന്നാലും അമ്മയും മകനും ആകുന്നതുകൊണ്ട് തന്നെ മാതാവിനെ കൊലപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അദ്ദേഹം മദ്യപാനി ആയതിനാൽ അങ്ങനെ സംഭവിച്ചുവെന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രാഥമികമായി അങ്ങനെ വിശ്വസിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നാട്ടുകാർ ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് കാണേണ്ടതാണ്. ആ പ്രതികരണങ്ങളിലേക്ക് മരുന്നിന് കൊണ്ടുപോയെന്നുള്ളതാണ് പരിസരവാസികൾ. സ്ഥിരം മദ്യപാനിയാണ്. പുള്ളി സ്ഥിരം പ്രശ്നമാണ്. പലർക്കും പോലീസ് വന്ന് ഇവിടെ വന്ന് പിടിച്ചുകൊണ്ടൊക്കെ പോകാറുള്ളതാണ്. അയലോക്കാരൊക്കെ വിളിക്കുമ്പോഴൊക്കെ. അല്ലല്ല, സ്വന്തം ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ ബഹളമുണ്ട് ഇവിടെ. ആരും എടുക്കാറില്ല. പുള്ളി വയലന്റ് സ്വഭാവമായത് കാരണം ആരും നോക്കാറില്ല. ഇങ്ങനെ ബഹളം കൂടുമ്പോഴത്തേനും ആരെങ്കിലും പോലീസിനെ വിളിക്കും, പോലീസ് വരും. അങ്ങനെയാണ്. ഞങ്ങള് രാവിലെയാണ് അറിയുന്നത്. ഇങ്ങനെ കുഴിയെടുക്കുന്ന കണ്ടപ്പോഴാണ് അറിയുന്നത്. അല്ല, അങ്ങനെയല്ല. അതായത് രാവിലെ കുഴിയെടുക്കുന്നുണ്ട് ആള്. കുഴിയെടുക്കുന്ന അതെ വെളുപ്പിന് അതെ കുഴിയെടുക്കുന്ന കണ്ടപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്. പിന്നെ നോക്കുമ്പോൾ പുള്ളി ഒന്ന് കുഴിച്ചിടുകയാണ്. പിന്നെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും കാലൊക്കെ പുറത്തായിട്ട്. അങ്ങനെയാണ് പോലീസിനെ ഇവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റിനേക്കാളും കൂടുതൽ. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വ്യക്തമായ വിവരങ്ങൾ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. ഓക്കെ. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. സംശയമുണ്ടോ? അല്ല, ഞാൻ പറയാം പോസ്റ്റ്മോർട്ടം കഴിയട്ടെ. ഈ മകന്റെ മൊഴി മകൻ പറയുന്നത് മരിച്ചശേഷം കുഴിച്ചിട്ടുണ്ടാണോ? അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞേക്കണം. നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പറയാം. നല്ല മദ്യലഹരിയിലാണ്. അതെ അതെ. ഓക്കെ. ഇതാണ് പ്രദീപ് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം ലഹരിയുടെ കീഴിൽ തന്നെയാണ് എന്നുള്ളതാണ് വിഷ്ണു നേരത്തെ പറയുന്നുണ്ടായിരുന്നത്. ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് അല്ലെ മനുഷ്യന്റെ ഓരോ അവസ്ഥകൾ.